ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസുയർത്തി നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗം അവസാനിക്കുന്നത് എങ്ങനെയാണ്? അതിനു മുൻപുള്ള വചനങ്ങളെല്ലാം നമ്മളെ സംഭ്രമിപ്പിക്കുന്നതും നമ്മുടെ ഉള്ളിൽ ഭീതി നിറച്ചു തരുന്നതുമായിട്ടുള്ള വചനഭാഗങ്ങളാണ്. ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം. അന്ന് ഭൂമുഖത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിൻ്റെ മേൽ വലിയ ക്രോധവും ഉണ്ടാകും. ജെറുസലേമിനെ അവർ ചവിട്ടി മതിക്കും. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും. കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമം ഉളവാക്കും. ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്തപ്രജ്ഞരാകും, ആകാശശക്തികൾ ഇളകും. ഇതൊക്കെയാണ് പറഞ്ഞു തരണേ. പക്ഷേ അത് കഴിഞ്ഞ് ഒരു വാക്കുണ്ട്, അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസുയർത്തി നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. കാരണം കർത്താവ് ഇങ്ങനെ മേഘങ്ങളിൽ എഴുന്നള്ളി വരുന്നത് ഞാൻ കാണും. എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. പല തവണ നമ്മൾ ധ്യാനിച്ചൊരു വചനഭാഗം 121 സങ്കീർത്തനം. അങ്ങോട്ടൊന്ന് കണ്ണുകൾ ഉയർത്തിയാൽ, അവിടെ നിന്നെങ്കിലേക്ക് മനസ്സുറപ്പിച്ചാൽ ചുറ്റും നടക്കുന്നതൊന്നും നമ്മളെ ബാധിക്കില്ല എന്നുള്ള വിധത്തിലുള്ള വലിയ ഒരു വാണിങ്ങും ഓർമ്മപ്പെടുത്തലുമായിട്ട് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഏറ്റവും നല്ല ഉദാഹരണമായി ഇന്നത്തെ 1-ാം വായനയിൽ ദാനിയേൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അയാളെ കൊണ്ടുപോയി സിംഹക്കുഴിയിലിട്ട് കൊന്നുകളയാനായിട്ട് രാജാവ് തീരുമാനിക്കുന്ന നേരത്ത് രാജാവ് തന്നെ ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെയാണല്ലോ കൊല്ലുന്നതെന്നറിഞ്ഞ് ദാനിയേലിന് കൊടുക്കുന്ന ഒരു വിഷുണ്ട്. നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഓടി വന്ന് സിംഹക്കുഴിയിൽ ചെന്ന് ദുഃഖം നിറഞ്ഞ സ്വരത്തിൽ രാജാവ് ചോദിക്കുന്നുണ്ട്, ദാനിയേൽ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ദാസ, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ശക്തനായിരുന്നോ? അയാൾക്കറിയില്ല. അയാൾ കണ്ടിട്ടുള്ളത്, ഇത് പറയാനായിട്ടുള്ള കാരണം എൻ്റെ ദൈവം ശക്തനാണ്, സർവശക്തിയുള്ളവനാണ് എന്ന് ദാനിയേൽ പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് വചനം വീണ്ടും പറയുന്നുണ്ട്, തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവനൊരു പോറൽ പോലും ഏറ്റതായി രാജാവിന് കാണാൻ കഴിഞ്ഞില്ല. തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട്.